presence of my Savior. Spirit, lead me where my trust is without borders. Let me walk upon the waters wherever you. ഷലോം 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 ടു ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എൻഗതി തോട്ടങ്ങളെ കുറിച്ചാണ്. കർത്താവ് എനിക്ക് തന്നൊരു ദൂതാണ്. ഉത്തമഗീതങ്ങൾ 114 പറയുന്നത്, എൻ്റെ പ്രിയൻ എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. അപ്പം ഞാൻ പരിശുദ്ധന്മാരോട് ചോദിച്ചു, എന്താണ് എൻഗതി തോട്ടങ്ങൾക്ക് ഇത്ര പ്രത്യേകത കർത്താവേ? അപ്പം എന്നോട് പറഞ്ഞു, അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് എൻഗതി എന്ന് പറയുന്നത് ഡേവിഡ്സ് മെയിൻ ഹൈഡ് ഔട്ട്സ് വെൻ കിങ് സോൾ വാസ് പെർസ്യൂയിങ് ഹിസ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ആൻ ഒയാസിസ് ഓഫ് ലിവിങ് വാട്ടർ ഇൻ ദ ഡിസേർട്ട്. അതായത് ഒരു മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയായിരുന്നു. ഫസ്റ്റ് സാമുവൽ 23 വേഴ്സസ് 28 and 29 പറയുന്നത്, ശൗൽ രാജാവും 3000-ഓളം വരുന്ന സൈന്യവും ദാവീദിനെ പിന്തുടർന്ന് മരുഭൂമിയിൽ ഏതാണ്ട് അവനെ പിടിക്കപ്പെടുമെന്നായ സമയത്ത് പെട്ടെന്നൊരു വാർത്ത വന്നു. ഫിലിസ്തീൻസ് ശൗൽ രാജാവിൻ്റെ രാജ്യം ആക്രമിക്കാൻ വരുന്നെന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇവർ ദാവീദിനെ കൊല്ലാനുള്ള പ്ലാൻ അവിടെ മതിയാക്കിയിട്ട് തിരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന് റോക്ക് ഓഫ് എസ്കേപ്പ് എന്നും അല്ലെങ്കിൽ രക്ഷയുടെ പാറ എന്നും മറ്റൊരു പേര് പറയുന്നുണ്ട് ഈ എൻഗതി ആ സ്ഥലത്തെക്കുറിച്ച്. അപ്പം ഹിസ്റ്ററിയനായിട്ടുള്ള ജോസിഫസ് പറയുന്നത്, ദൈവം ദാവീദിന് അവിടെ ഒളിക്കുവാനായിട്ട് അനേകം കേവ്സും ഗുഹകളുള്ള സ്ഥലം, അതുപോലെ തന്നെ മെഡിക്കേഷനുള്ള സോഴ്സ് ഓഫ് എക്സ്പെൻസീവ് മെഡിക്കേഷൻ വേണ്ട എല്ലാ തരത്തിലുള്ള ഇവിടുത്തെ പ്ലാന്റ്സിനെ എടുത്ത് നോക്കിയാൽ ധാരാളം ഔഷധ സസ്യങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു. ആ പ്ലാന്റ്സൊക്കെ അതിലെ ഇലകൾക്കെല്ലാം വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും അതിൽ വേണ്ട എല്ലാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ആവശ്യമായിട്ട് വേണ്ട എല്ലാം അവിടുത്തെ പ്ലാന്റ്സിൽ ലീവ്സിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ദാവീദിന് വേണ്ട ബാർബിക്യൂ ആണെങ്കിൽ അവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ടായിരുന്നു. സലാഡ്സിന് വേണ്ട വെജിറ്റേഷൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എക്സലൻ്റ് ആയിട്ടുള്ള പാം ട്രീസ് ഉണ്ടായിരുന്നു. നിറയെ വാട്ടർഫോൾസും ബ്യൂട്ടിഫുൾ. അവിടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തതയായിരുന്നു. സച്ച് എ ട്രാങ്ക്വിലിറ്റി, ഒരു ക്വയറ്റ് ആൻഡ് എന്തെല്ലാം അവിടെ സുലഭമായിട്ട് കിട്ടാത്ത ഒന്നുമില്ലായിരുന്നു. അനേക തരം മത്സ്യങ്ങൾ, ഓഷ്യനിലുള്ളതുപോലെയുള്ള വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ എൻഗതി മുതൽ എൻഗ്ലെയിൻ വരെ മീൻപിടിക്കാർ വലകൾ കൊണ്ട് മീനെ പിടിക്കാനായിട്ട് നിരന്ന് നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് മത്സ്യങ്ങളുള്ള സ്ഥലമായിരുന്നു, വിവിധ ഇനം മത്സ്യങ്ങൾ. അതുപോലെ വാട്ടർഫോൾസ് സിംപ്ലി ഗോർജിയസ്. പിന്നെ ജോസിഫസിൻ്റെ ഒപ്പീനിയനിൽ പറയുവാണെങ്കിൽ ഡേവിഡിന് ദൈവം ഒരുക്കി കൊടുത്ത ഫുഡിനായിട്ടാണെങ്കിലും വെള്ളത്തിനായിട്ടാണെങ്കിലും ഷെൽട്ടറിനായിട്ടാണെങ്കിലും ഏറ്റവും നല്ലൊരു സ്ഥലമായിരുന്നു എൻഗതി ഗാർഡൻസ്. ദാവീദിനും അവൻ്റെ ആളുകൾക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ അത് മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയായിരുന്നു. നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഷൗല് മാറി നിൻ്റെ ജീവിതത്തിൽ അത് ചിലപ്പോൾ ഒരു കടഭാരമായിട്ടായിരിക്കാം, ചില ജപ്തി നോട്ടീസുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. അതല്ല എങ്കിൽ നിന്നെ ചിലർ വേട്ടയാടുന്നതായിരിക്കാം നിൻ്റെ ജീവിതത്തെ. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് നിനക്ക് ദൈവം ഒരുക്കുന്ന ചില എൻഗതി സ്ഥലങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തമാവാം, അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കാം. ചിലപ്പോൾ ചില കൈപ്പേറിയ അനുഭവങ്ങൾ, ക്ഷമിക്കപ്പെടാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന നിരാശയുണ്ടാക്കിയ ചില അനുഭവങ്ങൾ, ചില ശൗലിൻ്റെ ആദായ അനുഭവങ്ങൾ, ശൗലുമാർ നിൻ്റെ ജീവിതത്തിലേക്ക് ഈ രീതിയിൽ കടന്നു വന്ന് നീ വിഷമിക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ നിന്നെ തീർത്ത് കളയുമെന്ന് നീ ഭയപ്പെടുന്ന ഒരു രോഗമായിരിക്കാം ഒരു ശൗല് നിൻ്റെ ജീവിതത്തിൽ. അതല്ല എങ്കിൽ നിൻ്റെ തലമുറകളെക്കുറിച്ച് അവരുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് വിഷമിക്കുന്ന ചില ശൗലന്മാരുടെ അനുഭവങ്ങൾ. ആ രീതിയിൽ ചിലപ്പോൾ നിൻ്റെ മനം കലങ്ങിയിരിക്കുകയായിരിക്കാം. നീ ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിരിക്കാം, സ്പിരിച്വലി എംപ്റ്റി ആയിരിക്കാം, ഒരു പക്ഷേ ഇമോഷണലി ഡ്രെയിൻഡ് ആയിരിക്കാം. പക്ഷേ നിനക്ക് വേണ്ടി ചില എൻഗതിയുടെ അനുഭവങ്ങൾ ദൈവം നിനക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ചിലപ്പോൾ നീ ഒരു അൺവാണ്ടഡ് ജേർണി ഓഫ് സർവൈവലിൻ്റെ ഒരു വക്കത്തിലായിരിക്കാം. എന്നാൽ ചിലപ്പോൾ ഫൈനാൻഷ്യലി നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം, നീ സീറോ ആയിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ നിന്നെ ചതിക്കപ്പെട്ടതായിരിക്കാം. നീ ആ ഒരു വളരെ ഭാരത്തിൽ, പ്രയാസത്തിൽ, ദുഃഖത്തിലും നിരാശയിലുമാണോ ഇരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ലൊരു എൻഗതിയുടെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാകാൻ പോകുന്നു. അതിനു വേണ്ടി നിനക്കൊരു റെസ്റ്റോറേഷൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. എ പ്ലേസ് ഓഫ് റെസ്റ്റ്, എ പ്ലേസ് ഓഫ് ഹോപ്പ്. അത് നിനക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന ഒരു എൻഗതിയാണ്. എൻഗതി നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ല പ്രിയമുള്ളവരെ.
എന്നാൽ നിന്റെ മരുഭൂപ്രയാണത്തിൽ നീ വേറെ ആയിരിക്കുമ്പോൾ, നിരാശയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ, ദാവീദിനെ പോലെ നിനക്ക് വേണ്ടി എവിടെയാണ് ഒരു അഭയസ്ഥാനം, ഇനി ആരാണ് എന്നെ രക്ഷിക്കുന്നതെന്ന് കരുതി നീ വിലപിച്ച് മാറത്തടിച്ച് അല്ലെങ്കിൽ വളരെ ഭാരത്തോടെ കണ്ണുനീരോടെ ആയിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു ഏൻഗതി ഒരുക്കുന്നു. ആ ഏൻഗതി നിന്റെ ജീവിതത്തിലെ മരുഭൂമിയിൽ നിനക്ക് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് പ്രിയമുള്ളവർ. ആ സ്ഥലത്ത് നീ എത്തിച്ചേർന്നാൽ അതൊരു പക്ഷേ നിന്റെ ഒരു സീക്രട്ട് പ്ലേസ് ആയിരിക്കാം. നീയും ദൈവവുമായിട്ട് സന്ധിക്കുന്ന, തനിച്ച് നീയും ദൈവവും മാത്രമുള്ള ഒരു സീക്രട്ട് പ്ലേസിൻ്റെ അനുഭവം, അതായിരിക്കാം നിന്റെ ഏൻഗതി. ഒരുപക്ഷെ ഏഞ്ചലിക് വിസിറ്റേഷൻ ആയിരിക്കാം, ഒരു ഡിവൈൻ എൻകൗണ്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനി ഹെൽപ്പറെ ദൈവം നിനക്ക് ലൊക്കേറ്റ് ചെയ്ത് തരുന്നതായിരിക്കാം. ഏതാണെങ്കിലും ഈ ദൈവം ഒരുക്കുന്ന ഈ ഏൻഗതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വിഷമിക്കേണ്ട. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഈ ഡിവൈൻ പ്രൊവിഷൻ്റെ, ഈ ഡിവൈൻ എൻകൗണ്ടറിൻ്റെ സ്ഥലത്തേക്ക് നീ എത്തിച്ചേരുക. എനിക്ക് മനസ്സിലാവുന്നത് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും, അവൻ എന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് വിടുവിക്കുന്നു, മഹാമാരിയിൽ നിന്നും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും, എല്ലാം പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ, നിനക്കൊരു ഏൻഗതിയുടെ അനുഭവം തരുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ഒരു ഏൻഗതിയുടെ അനുഭവത്തിലേക്ക് നീ വേഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് നീ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് പോവുക. ദൈവമായിട്ട് നീ അവിടെ സന്ധിക്കുക. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏൻഗതിയുടെ അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ നിനക്ക് ദൈവത്തിൻ്റെ കെയറിങ്, ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ എല്ലാം നിനക്ക് അവിടെ അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് നിന്റെ ആ ഒരു ഏൻഗതിയുടെ അനുഭവത്തിലേക്ക് വേഗത്തിൽ കടന്നു